എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിൻ്റെ മൊഡ്യൂൾ 4 ആണ്. അതിൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഡിസ്പോസൽ എന്ന് പറയുന്നതാണ് നമ്മളുടെ പോർഷൻ വരുന്നത്. അപ്പോൾ സീവേജിൻ്റെ മറ്റു കുറച്ച് കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 3-ൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റും ഡിസ്പോസലും എങ്ങനെയാണെന്നുള്ളതാണ് പഠിക്കാനായിട്ട് പോകുന്നത്. സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നേരിട്ട് എവിടെയും പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി ഡിസ്പോസ് ചെയ്യാനായിട്ട് പറ്റില്ല സീവേജ്. എന്തായാലും അതിന് പ്രത്യേകമായിട്ടുള്ള രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷം മാത്രമേ സീവേജ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, ഡിസ്പോസ് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. സീവേജ് ഷുഡ് ബി ഡിസ്പോസ്ഡ് ഐദർ ഇൻ ടു ദ വാട്ടർ കോഴ്സ് or onto the land only after changing the offensive and polluting characteristics of it. This change in the characteristics is brought about by treatment unit operations and processes. This chapter deals with such treatment works and also various disposal methods of sewage. ട്രീറ്റ്മെൻറ്റും ഡിസ്പോസൽ മെത്തേഡ്സ് ആണ് പറയുന്നത്. നമുക്കറിയാം, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നേരിട്ട് നമുക്ക് അതിൻ്റെ ഒറിജിനൽ ഫോമിൽ നമുക്ക് എവിടെയും വാട്ടർ കോഴ്സിലോ ലാൻഡിലോ ഒന്നും നമ്മളുടെ ഈ പറയുന്ന സീവേജ് ഡിസ്പോസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്ത് വേണം, പ്രത്യേകമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മറ്റും കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ടു അവോയ്ഡ് പൊല്യൂഷൻ ഓഫ് റിസീവിങ് വാട്ടർ ബോഡീസ് ആൻഡ് ദസ് പ്രിവെൻറ്റിംഗ് ദി ഹെൽത്ത് ഹസാർഡ്സ്. അതായത് നമ്മളൊരു വാട്ടർ ബോഡിയിലേക്ക് ഏതെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അത് പൊല്യൂട്ടഡ് ആവാനായിട്ട് പാടില്ല. ടു ക്രിയേറ്റ് സാനിറ്ററി ആൻഡ് ഹൈജീനിക് എൻവയോൺമെൻറ്റ് അറൗണ്ട് ദ ടൗൺ. ടു പ്രൊട്ടക്ട് ദ ഫിഷ് ആൻഡ് അതർ അക്വാട്ടിക് ലൈഫ്. ടു അവോയ്ഡ് സീവേജ് സിക്നസ് ഓഫ് ലാൻഡ് ഓൺ ടു വിച്ച് ഇറ്റ് ഈസ് ഡിസ്പോസ്ഡ്. സീവേജ് സിക്നസ് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. To derive the useful components after the treatment of sewage in the form of sludge cake used as manure, liquid effluent useful for the sewage farming and biogas as fuel. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ശേഷം ആ സീവേജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മൂന്ന് ഫോമിലുള്ള 3 സ്റ്റേറ്റ് ഓഫ് മാറ്ററിലുള്ള പ്രോഡക്റ്റ് ഉണ്ട്. എന്തൊക്കെയാണ്? സ്ലഡ്ജ് കേക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് സോളിഡ് ആയിട്ടുള്ള പോർഷനാണ്. അത് നമുക്ക് മാനുവറായിട്ട് വളമായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ലിക്വിഡ് എഫ്ലുവൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറായിട്ടുള്ള സംഭവം, ലിക്വിഡ് എഫ്ലുവൻ്റ് നമുക്ക് സീവേജ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ എന്തിനാണ്, ബയോഗ്യാസ് നമുക്ക് ഫ്യൂവലായിട്ടും ഉപയോഗിക്കാനായിട്ട് പറ്റും അല്ലേ. ഇനി ടു ഡിറൈവ് ദ യൂസ്ഫുൾ, പിന്നെ ടു പ്രിവെൻറ്റ് ദി ഒഫെൻസീവ് ഓഡേഴ്സ് ആൻഡ് അൺസൈറ്റ്ലി കണ്ടീഷൻസ് ഓഫ് ദ വാട്ടർ ബോഡീസ് യൂസ്ഡ് ഫോർ സ്വിമ്മിങ്, ബോട്ടിംഗ് എറ്റ്സെട്ര. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. നമുക്ക് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. The treatment of sewage can be broadly classified into 5 categories. അതായത് 5 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. എന്തൊക്കെയായിട്ടാണ്? ആദ്യം ഒരു പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് വിച്ച് ഇൻവോൾവ്സ് സ്ക്രീനിങ്, ഗ്രിറ്റ് ചേമ്പർ, സ്കിമ്മിങ് ടാങ്ക്. നെക്സ്റ്റ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് പ്രൈമറി സെഡിമെൻറ്റേഷൻ വിത്ത് ഓർ വിത്തൗട്ട് കൊയാഗുലേഷൻ. Secondary treatment which includes trickling filters, intermittent filters, contact bed or activated sludge processes, etc. Then sludge digestion, drying beds, etc. Fourth one എന്ന് പറയുന്നത് ടെറിഷറി ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് ലൈക്ക് അഡ്സോർപ്ഷൻ, അയൺ എക്സ്ചേഞ്ച്, എയർ സ്ട്രിപ്പിംഗ്, റിവേഴ്സ് ഓസ്മോസിസ്, ഇലക്ട്രോഡയാലിസിസ്, ഡിസിൻഫെക്ഷൻ എറ്റ്സെട്ര. ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് എന്ന് പറയുന്നത് മിസലേനിയസ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ലൈക്ക് സെപ്റ്റിക് ടാങ്ക്, ഇൻഹോഫ് ടാങ്ക്സ്, ഓക്സിഡേഷൻ പോൺസ്, ഓക്സിഡേഷൻ ഡിച്ചസ്. ഹവർ ഇങ്ങനെയുള്ള 5 കാറ്റഗറിയാണ് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിൽ വരുന്നത്. ഓക്കെ. ഹവർ കൺവെൻഷണൽ സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് use of primary, preliminary and secondary treatment are made for the sake of simplicity in operation and economy. നമുക്ക് ഫ്ലോ ഓഫ് ഡയഗ്രാം ഓഫ് കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ. സാധാരണ ഒരു കൺവെൻഷണൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൻ്റെ ഫ്ലോ ഡയഗ്രമാണ് ആ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്ലോ ഡയഗ്രാം ക്വസ്റ്റ്യൻ പേപ്പറിൽ മിക്കവാറും കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ ഫ്ലോ ഡയഗ്രാം മാത്രമെങ്കിലും വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം.
അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് 1 എന്ന് കാണിച്ചിരിക്കുന്നത് സീവേജ് ആണ്. ആ സീവേജ് വന്നിട്ട് ആദ്യം വരുന്നത് സ്ക്രീനിങ് എന്ന പ്രോസസ്സിലേക്കാണ്. ഓക്കെ, സ്ക്രീനിങ് കഴിഞ്ഞ് അത് നേരെ ഗ്രിഡ് ചേമ്പറിലേക്ക്, ആ ഒരു റൗണ്ടിൽ 3 കാണിച്ചിരിക്കുന്നത് ഗ്രിഡ് ചേമ്പറാണ്. ഗ്രിഡ് ചേമ്പറിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് നേരെ അത് സ്കിമ്മിങ് ടാങ്കുകളിലേക്ക് കൊടുക്കുന്നു. സ്കിമ്മിങ് ടാങ്കുകളിൽ നിന്നും ഈ സാധനം നേരെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് PST, പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്ക്, ദെൻ അവിടെ നിന്നും 6ലേക്ക് വരുമ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്ററുകൾ TC എന്ന് പറഞ്ഞിട്ടുള്ള TF എന്ന് പറയുന്ന ട്രിക്ലിംഗ് ഫിൽറ്ററുകളിലേക്ക് പോകുന്നു. ട്രിക്ലിംഗ് ഫിൽറ്ററിൽ നിന്നും ചില കേസിൽ നമുക്ക് 8ാമത് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്ക് SSTയിലേക്ക് വിട്ടിട്ട് നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, ലിക്വിഡ് എഫ്ലുവൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ലിക്വിഡ് പാർട്ട് നമ്മുടെ സീവേജ് ഫാമിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കാം. ഇനി അത് 6 കഴിഞ്ഞിട്ട് 7 എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് കാണാം എവിടേക്കാന്നുള്ളത് അല്ലേ. അതെന്താണ് 7th വൺ, റീസർക്കുലേഷൻ ചെയ്യുന്നുണ്ട്. റീസർക്കുലേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ അത് കൊണ്ടുവന്നിട്ട് ഒന്ന് റീസർക്കുലേറ്റ് ചെയ്ത് വിടും. ഇനി നമുക്കവിടെ കാണാം 7 കഴിഞ്ഞ് ദെൻ 9 നമ്മൾ പറഞ്ഞു. ദെൻ 10th എന്ന് പറയുന്നത് എന്താണ്, സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക് ആണ്, SDT സ്ലഡ്ജ് ഡൈജഷൻ ടാങ്ക്. 11 എന്ന് പറയുന്നത് ഡ്രൈയിങ് ബെഡ്സ് ആണ്. 11 കാണിച്ചിരിക്കുന്നത് ഡ്രൈയിങ് ബെഡ്സ് ആണ്. ദെൻ 12 സ്ലഡ്ജ് കേക്ക് ആണ്, യൂസ്ഡ് ആസ് മാനർ. ദെൻ 13 കാണിച്ചിരിക്കുന്നത് സൂപ്പർനേറ്റഡ് ലിക്കർ ആണ്. ദെൻ ബയോഗ്യാസ് ആണ് 14th വൺ കാണിച്ചിരിക്കുന്നത്, യൂസ്ഡ് ആസ് ഫ്യൂവൽ. ദെൻ 15th കാണിച്ചിരിക്കുന്നത് പ്രൈമറി സ്ലഡ്ജ് ആണ്. സെക്കൻഡറി സ്ലഡ്ജ് ആണ് 16 കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജസ്റ്റ് വെറുതെ നമ്പർ ഇട്ട് വെച്ചാൽ പോരാ, അതെന്താണ് എന്നുള്ളത് ഓരോന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് അത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം വരുന്നത് നമ്മൾ പറഞ്ഞു സ്ക്രീനിങ് ആണ്. എന്തിനാണ് സ്ക്രീനിങ് എന്ന് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് യൂണിഫോം സൈസ്ഡ് ആയ ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരിക്കും. അതിലൂടെ ഈ ഒരു നമ്മുടെ സീവേജ് കടന്നു പോകുമ്പോൾ ഫ്ലോട്ടിംഗ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും സോളിഡ്സോ മറ്റോ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ അരിച്ച് മാറ്റുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു റിമൂവ് ദ ഫ്ലോട്ടിംഗ് സോളിഡ്സ് ലൈക്ക് പീസസ് ഓഫ് ക്ലോത്ത്, പേപ്പർ, വുഡ്, കോർക്ക്, fiber, kitchen refuse, grass, etc. from the sewage, to reduce the load on further treatment units, to avoid choking up of small pieces or affecting the working of pumps. ഇതൊക്കെയാണ് നമ്മളുടെ സ്ക്രീനിങ് എന്ന് പറയുന്ന പ്രോസസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. കൂടുതൽ ലോഡ് ഇല്ലാതിരിക്കാൻ, അടുത്ത പ്രോസസ്സിലേക്ക് ലോഡ് ഇല്ലാതിരിക്കാനും മറ്റ് പമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനും നമ്മളുടെ എന്ത് ചെയ്യുന്നു, ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ, ഫ്ലോട്ടിംഗ് സോളിഡ്സിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇനി ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? ദ സ്ക്രീൻസ് ആർ ജനറലി ലൊക്കേറ്റഡ് ബിഫോർ ദ ഗ്രിഡ് ചേമ്പേഴ്സ്. ഗ്രിഡ് ചേമ്പറിന് മുമ്പാണ് നമ്മൾ സ്ക്രീൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇനി ക്ലാസിഫിക്കേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ഓഫ് ഓപ്പണിംഗ് ആണ്. അതുപോലെ ഡിപ്പെൻഡിങ് ഓൺ കണ്ടീഷൻ ഓഫ് സ്ക്രീൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് പറയുന്നുണ്ട്. ഫൈൻ സ്ക്രീന്, മീഡിയം സ്ക്രീന്, കോഴ്സ് സ്ക്രീന്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ കണ്ടീഷൻ അത് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ്, മൂവബിൾ, മൂവിങ്, അങ്ങനെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് ഓഫ് ഫിക്സഡ് സ്ക്രീനും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്താണ്? ദ സ്ക്രീൻ കൺസിസ്റ്റ് ഓഫ് പാരലൽ സ്റ്റീൽ ബാർസ് മൂവിങ് ഈക്വൽ സ്പേസിംഗ് ബിറ്റ്വീൻ ദം. ദ സ്ക്രീൻ ഈസ് പ്ലേസ്ഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 300 to 600 horizontal. The sewage is allowed to flow through the screens with a velocity of at least 0.6 meter per seconds. അതായത് നമ്മളുടെ ഒരു എന്താ പറയുക, ആംഗിൾ ഓഫ് 300 to 600 ഹൊറിസോണ്ടലായിട്ട് അത്രയും ഇൻക്ലിനേഷൻ കൊടുത്തിട്ടാണ് നമ്മൾ സ്ക്രീൻസ് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ നമ്മൾ സീവേജ് പാസ് ചെയ്യിക്കുമ്പോൾ ഒരു 0.6 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു വെലോസിറ്റിയിലാണ് നമ്മളിത് പാസ് ചെയ്യിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താവും, നമ്മുടെ സ്ക്രീനിൻ്റെ ഓപ്പണിങ്ങിനേക്കാളും വലിയ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തടഞ്ഞു നിൽക്കും അല്ലേ. അത് പീരിയോഡിക്കലായിട്ട് നമ്മൾ തന്നെ മാനുവലായിട്ട് തന്നെ അത് റിമൂവ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സ്ക്രീനിൻ്റെ ഒരു ഫിക്സഡ് ബാർ സ്ക്രീനിൻ്റെ ഡയഗ്രാം എന്ന് പറയുന്നത്.
ഓക്കെ, അതിനകത്ത് 1 എന്ന് കാണിച്ചിരിക്കുന്നത് എന്താണ്, സ്ക്രീൻ ബാർസ് ആണ്. 2 സ്ക്രീനിങ്സ് ആണ്. 2 കാണിച്ചിരിക്കുന്നത് സ്ക്രീനിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ടുള്ള പാർട്ടിക്കിൾസ്. ദെൻ 3 എന്ന് പറയുന്നത് നമ്മളുടെ പെർഫറേറ്റഡ് പ്ലാറ്റ്ഫോം ഉണ്ട്. 30 to 60 ഡിഗ്രിയാണ്, 30 to 60 ഡിഗ്രിയാണ് കേട്ടോ, 300 അല്ല, നേരത്തെ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട്. 30 to 60 ഡിഗ്രി ഇൻക്ലിനേഷനിലാണ് ആ 4 എന്ന് കാണിച്ചിരിക്കുന്നത് ആംഗിൾ, കണ്ടില്ലേ? അങ്ങനെയാണ് സ്ക്രീൻ നമ്മൾ അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്ലാൻ അവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇനി ദ സ്ക്രീനിങ്സ് ആർ ഫൈനലി ഡിസ്പോസ്ഡ് ബൈ എനി വൺ ഓഫ് ദ ഫോളോയിങ് മെത്തേഡ്സ്. ഈ അരിച്ചെടുത്ത സാധനങ്ങൾ വേസ്റ്റ് എന്ത് ചെയ്യും? ബറിയൽ ഇൻ ട്രെഞ്ചസോ ഡിസിൻറ്റഗ്രേഷനോ ഇൻസിനറേഷനോ മറ്റോ ഉപയോഗിച്ചിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും പ്രോസസ്സ് വഴി നമ്മൾ ഡിസ്പോസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഗ്രിറ്റ് ചേമ്പേഴ്സ് ആണ്. ഗ്രിറ്റ് ചേമ്പർ ഈസ് ആൻ എൻലാർജ്ഡ് ചാനൽ ത്രൂ വിച്ച് സീവേജ് ഈസ് പാസ്ഡ് ത്രൂ ടു റിമൂവ് ഗ്രിറ്റ്. അതായത് ഗ്രിറ്റ് പോലുള്ള എന്താ പറയുക, വേസ്റ്റ് സാധനങ്ങളെ ഗ്രിറ്റ് ചേമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ്, അതായത് സാൻഡ്, സ്റ്റോണ്, അതുപോലെ തന്നെ സ്റ്റോൺ പാർട്ടിക്കിൾസ്, സാൻഡ് പാർട്ടിക്കിൾസ്, ഗ്ലാസ് പീസസ്, ഇതൊക്കെയാണ് ഗ്രിറ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്നത്. അപ്പോൾ ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിറ്റ് ചേമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് അതിൻ്റെ പ്രത്യേകത പറയേണ്ടത് സൈസ് 0.2 മില്ലിമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും. അതേപോലെ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 4 to 2.65 വരെ ആയിരിക്കും. പിന്നെ നമ്മുടെ സെഡിമെൻറ്റേഷൻ ടാങ്കിലേക്കുള്ള ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് ഗ്രിറ്റ് ചേമ്പേഴ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ടൈപ്സ് മാനുവലി ക്ലീൻഡ് ടൈപ്പ് ഉണ്ട്, അതുപോലെ മെക്കാനിക്കലി ക്ലീൻഡ് ടൈപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രോളിക്കലി ക്ലീൻഡ് ടൈപ്പ് ഉണ്ട്. പിന്നെ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ക്രീൻ കഴിഞ്ഞ ഉടനെയാണ് ഗ്രിറ്റ് ചേമ്പർ വയ്ക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ സെഡിമെൻറ്റേഷൻ ടാങ്കുകൾക്ക് മുൻപായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗ്രിറ്റ് ചേമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനും വർക്കിംഗ് എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു മേസൺറി അല്ലെങ്കിൽ കോൺക്രീറ്റ് എൻലാർജ്ഡ് ചാനലാണ്. അതായത് ഒരു 10 to 17 മീറ്റേഴ്സ് വരെ ഇതിന് ലെങ്ത് ഉണ്ടായിരിക്കും. ഈ ഏരിയ കൂടുന്നതിനനുസരിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരു ഫ്ലോ ഏരിയ കൂടുതലുള്ള ഒരു ടാങ്കിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് കുറയും. ആ വെലോസിറ്റി കുറയുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഗ്രിറ്റ് പാർട്ടിക്കിൾസ് എല്ലാം നമ്മൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 0.6 മീറ്റർ പെർ സെക്കൻഡിലാണ് സ്ക്രീനിൽ വന്നിരുന്നത്, അത് 0.15 to 0.3 മീറ്റർ പെർ സെക്കൻഡ് ആയിട്ട് കുറച്ച് വരും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഡെട്രിറ്റസ് ടാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇതിന് സിമിലറായിട്ട്, നമ്മുടെ ഗ്രിറ്റ് ചേമ്പറിന് സിമിലർ ആയിട്ടുള്ള ഒരു ടാങ്ക് ഉണ്ട്. അതിൽ ഇതുപോലെ തന്നെ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രിറ്റിൻ്റെ കൂടെ ഓർഗാനിക് മാറ്ററും കൂടെ കളക്ട് ചെയ്യും. പക്ഷേ ഓർഗാനിക് മാറ്റർ പിന്നീട് എയറേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, ഇതാണ് ഒരു ഗ്രിറ്റ് ചേമ്പർ എന്ന് പറയുന്നത്. അതിനകത്ത് ഇൻലെറ്റും ഔട്ട്ലെറ്റും കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഗ്രിറ്റെല്ലാം താഴെ വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട്. അത് താഴെയുള്ളൊരു പൈപ്പ് വഴി നമ്മൾ എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. പിന്നെ വരുന്നത് സ്കിമ്മിങ് ടാങ്ക്സ് ആണ്. സ്കിമ്മിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലി ആയിട്ടുള്ള അല്ലെങ്കിൽ ഫാറ്റി ആയിട്ടുള്ള ഗ്രീസി ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഇത് വാട്ടറിൽ പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക, അല്ലെങ്കിൽ സീവേജിൽ പൊങ്ങി കിടക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കിമ്മേഴ്സ് അല്ലെങ്കിൽ സ്കിമ്മിങ് ടാങ്കുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സീവേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഈ നമ്മുടെ സ്കിമ്മിങ് ടാങ്കുകളിൽ ഒരു 3 മിനിറ്റോളം അത് നിർത്തും. ഓക്കെ, അത് നിർത്തി കഴിഞ്ഞിട്ട് താഴത്തു നിന്ന് നമ്മൾ എന്ത് ചെയ്യും, കംപ്രസ്ഡ് എയർ താഴത്തു നിന്നും കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തുണ്ടാവുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ വാട്ടറിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് അത് ഫ്ലോട്ടായിട്ട് മുകളിൽ കിടക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ മുകളിൽ നിന്ന് തന്നെ സെപ്പറേറ്റ് ചെയ്തിട്ട് ആ സീവേജിനെ നമ്മൾ പിന്നീട് ബാക്കി പ്രോസസ്സിനായിട്ട് വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റിൽ വരുന്ന 3 സ്റ്റെപ്സ്. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈമറി ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുകയാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെഡിമെൻറ്റേഷനാണ് ആദ്യം ചെയ്യുന്ന പ്രോസസ്സ്. സെഡിമെൻറ്റേഷൻ അതിൽ ഇൻ പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ദ സെറ്റിലബിൾ ഓർഗാനിക് സോളിഡ്സ് ലൈക്ക് ഫേക്കൽ മാറ്റർ etc. are sedimented and finally removed for further treatment. This is accomplished in primary sedimentation tanks.
ഫേക്കൽ മാറ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ പ്രൈമറി സെഡിമെൻറ്റേഷനിലാണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. Sedimentation tank is also known as settling tank or clarifier. The overall features of these tanks are more or less same as the tanks used in the water treatment. These tanks may be plain in sedimentation tanks or sedimentation with coagulation. To remove 80 to 90%, അതായത് നമ്മുടെ സാധാരണ വാട്ടർ ട്രീറ്റ്മെൻറ്റിൽ യൂസ് ചെയ്യുന്ന അതേ ഒരു എന്താ പറയുക ടാങ്ക് പോലെ തന്നെയാണ്, അതിൻ്റെ വർക്കിംഗ് പോലെ തന്നെയാണ് നമ്മളുടെ ഈ ഒരു കാര്യത്തിലും വർക്ക് ചെയ്യുന്നത്. ഇറ്റ് റിമൂവ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 80 to 90% സെറ്റിലബിൾ സോളിഡ്സും നമ്മൾ സെഡിമെൻറ്റേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ റിമൂവ് ചെയ്യും സീവേജിൽ നിന്നും. ടു ബ്രിങ് അബൌട്ട് ദ റിഡക്ഷൻ ഓഫ് BOD ടു ആൻ എക്സ്റ്റെൻഡ് അപ് ടു ഓഫ് അബൌട്ട് 30 to 35%. To make it fit for the treatment in the biological units. ബയോളജിക്കൽ യൂണിറ്റിലേക്ക് അത് ട്രീറ്റ്മെൻറ്റിന് അത് പാകമാക്കുന്നത് ഈ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നും ആണ്. ഓക്കെ, നെക്സ്റ്റ് അതിൻ്റെ പ്രിൻസിപ്പിളാണ് പറയുക. പ്രിൻസിപ്പിളും അതുപോലെ ഓപ്പറേഷൻ അതിൻ്റെ ടൈപ്സും എല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ദ സീവേജ് ഇസ് അലൗഡ് ടു ഫ്ലോ ത്രൂ ദ ടാങ്ക്സ് ആൻഡ് ഡീറ്റെയിൻഡ് ഫോർ സർട്ടൺ പീരീഡ് കോൾഡ് ഡിറ്റൻഷൻ പീരീഡ്. അതായത് നമ്മൾ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ കൂടെ ഫ്ലോ ചെയ്യാനായിട്ട് അനുവദിക്കും, പക്ഷെ അത് കുറച്ച് നേരം അവിടെ നിർത്തും. ആ നിർത്തുന്ന സമയത്തിനെയാണ് നമ്മൾ ഡീറ്റെയിൻ ചെയ്യും. ഓക്കെ, അങ്ങനെ ഡീറ്റെയിൻ ചെയ്യുന്ന പീരീഡിനെ പറയുന്നതാണ് ഡിറ്റൻഷൻ പീരീഡ് എന്നുള്ളത്. ഓക്കെ, ദി ഏരിയ ഓഫ് ദ ക്രോസ് സെക്ഷൻ ഓഫ് ഫ്ലോ ഈസ് മെയ്ഡ് സഫീഷ്യൻ്റ്ലി ലാർജ് സോ ദാറ്റ് വെലോസിറ്റി ഓഫ് ദ ഫ്ലോ ഈസ് റെഡ്യൂസ്ഡ്. നമ്മുടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, വളരെ കൂട്ടും. നമ്മൾ ഗ്രിഡ് ചേമ്പറിൽ അതുപോലെയാണല്ലോ ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്യും, വെലോസിറ്റി കുറയും. അണ്ടർ സച്ച് ലോ വെലോസിറ്റീസ് ഓൾ ദി സസ്പെൻഡഡ് സെറ്റിലബിൾ സോളിഡ്സ് ആർ സെഡിമെൻറ്റഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ഇൻ ദ ഫോം ഓഫ് പ്രൈമറി സ്ലഡ്ജ്. അപ്പോൾ അങ്ങനെ വെലോസിറ്റി കുറയുന്ന സമയത്ത് എന്ത് ചെയ്യും, അതിൽ സെറ്റിലബിൾ ആയിട്ടുള്ള സസ്പെൻഡഡ് സോളിഡ്സ് എന്ത് ചെയ്യും, ആ ടാങ്കിൻ്റെ താഴെ വന്നിട്ട് പ്രൈമറി സ്ലഡ്ജിൻ്റെ രൂപത്തിൽ സെറ്റിൽ ചെയ്ത് കിടക്കും. പ്രൈമറി സ്ലഡ്ജ് ഈസ് ടേക്കൺ ടു ദ സ്ലഡ്ജ് ഡൈജഷൻ ഫോർ ദി ഫർദർ ട്രീറ്റ്മെൻറ്റ്. അവിടെ നിന്നും ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള സ്ലഡ്ജ് എന്ന് പറയുന്നത് പ്രൈമറി സ്ലഡ്ജ് എന്ത് ചെയ്യും, അതായത് ആ സോളിഡ് പാർട്ടിക്കിൾ, അതിനെ നമ്മൾ സ്ലഡ്ജ് ഡൈജഷൻ ടാങ്കിലേക്ക് കൊണ്ടുപോകും. വീണ്ടും അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതുണ്ട്. ദി എഫ്ലുവൻറ്റ് ഓഫ് ദ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് ഈസ് ഡിവോയ്ഡ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ്. അതായത് നമ്മുടെ പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്നും വരുന്ന എന്താ പറയുക എഫ്ലുവൻ്റ് എന്ന് പറയുന്നത് സസ്പെൻഡഡ് സോളിഡ്സ് ഇല്ലാത്ത ഫോമിലായിരിക്കും വരുന്നത്. ദിസ് എഫ്ലുവൻ്റ് ഈസ് ടേക്കൺ ടു ബയോളജിക്കൽ യൂണിറ്റ് ഫോർ ഫർദർ ട്രീറ്റ്മെൻറ്റ്. ഇത് പിന്നീട് നമ്മൾ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടൈപ്സ് ആൻഡ് ഓപ്പറേഷൻ ആണ്. ദ ടാങ്ക്സ് മേ ബി ഐദർ റെക്റ്റാങ്കുലർ ഓർ സർക്കുലർ. റെക്റ്റാങ്കുലർ ആയിട്ടുള്ളതുകൊണ്ട് സർക്കുലർ ആയിട്ടുള്ള ടാങ്ക്സും ഉണ്ട്. ദ ഫ്ലോ മേ ബി ഐദർ ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ. വെർട്ടിക്കലായിട്ട് പോവാം, ഹൊറിസോണ്ടലായിട്ട് പോവാം. ഫിഗർ കാണിച്ചിട്ടുണ്ട്. ദ സീവേജ് എൻറ്റേഴ്സ് ത്രൂ ദ ഇൻലെറ്റ് ചാനൽ ആൻഡ് ഫ്ലോ സ്ലോലി ടു ദി ഔട്ട്ലെറ്റ് എൻഡ്. ഡ്യൂറിങ് ഇറ്റ്സ് മൂവ്മെൻറ്റ് സസ്പെൻഡ് സോളിഡ് ഡെപ്പോസിറ്റഡ് ഔട്ട് ടു ദ ബോട്ടം ഓഫ് by gravity. The sludge deposited at the bottom is removed by a power operated mechanism which sweeps the sludge towards the hopper. This sludge is finally pumped to sludge digestion tank for the further treatment. ഇതാണ് നമ്മളുടെ ഒരു നമ്മുടെ സെഡിമെൻറ്റേഷൻ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്സൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. പിന്നെ വരുന്നത് ഹൊറിസോണ്ടൽ ഫ്ലോ റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ ആണ്. ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറയുന്നത് 2 to 2.5 hours ആണ്. ലോങ്ങർ പീരീഡ് റിസൾട്ട് ഇൻ ഹയർ എഫിഷ്യൻസി ബട്ട് ഇറ്റ് ഈസ് അൺഎക്കണോമിക്കൽ ആൻഡ് ഓൾസോ റെഡ്യൂസസ് ദി സെപ്റ്റിക് കണ്ടീഷൻസ്. ഇൻഡ്യൂസസ് ദി സെപ്റ്റിക്. ഒരുപാട് നേരം സീവേജ് വെച്ചുകൊണ്ടിരുന്നാലും സെപ്റ്റിക് ആവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് 30 cm/min ആണ്. നമ്മൾ ഗ്രിഡിൽ 0.15 to 0.3 ആയിരുന്നു. അതേസമയം സ്ക്രീനിൽ 0.6 m/s ആയിരുന്നു. ഇവിടെയാണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 30 cm/min ആണ്. ഓക്കെ, സർഫസ് ലോഡിംഗ് എന്ന് പറയുന്നത് 40,000 to 50,000 liters per m² per
ഡേ ആണ്. ഒരു ദിവസം ഒരു m² കൂടെ 40,000 മുതൽ 50,000 ലിറ്റർ വരെ സീവേജ് നമ്മളതിൽ പാസ് ചെയ്യിക്കുള്ളൂ. പിന്നെ ഡെപ്ത് ഓഫ് ടാങ്ക് എക്സ്ക്ലൂഡിങ് ദി സ്റ്റോറേജ് സ്പേസ് എന്ന് പറയുന്നത് ജനറലി നോട്ട് എക്സീഡിങ് 4 മീറ്റർ ആയിരിക്കണം. L/B എന്ന് പറയുന്നത് 2/3 ആയിരിക്കണം. ഫോർ സർക്കുലർ ടാങ്ക് മാക്സിമം ഡയാമീറ്റർ എന്ന് പറയുന്നത് 60 മീറ്റർ ആണ്. 20% of the calculated length is provided for inlet and outlet conditions. Okay. അതാണ് നമ്മളുടെ പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ പ്രൈമറി സെഡിമെൻറ്റേഷനിൽ വരുന്നത്. പിന്നെ വരുന്നത് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആണ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ ദ എഫ്ലുവൻറ്റ് ഫ്രം ദി പ്രൈമറി സെഡിമെൻറ്റേഷൻ ടാങ്ക് വിൽ കണ്ടെയ്ൻ അൺസ്റ്റേബിൾ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഇൻ ദ കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്ഡ് ഫോം. These substances have to be removed by further treatment called secondary treatment in which microorganisms are employed. അതായത് നമ്മളിപ്പോൾ പ്രൈമറി സെഡിമെൻറ്റേഷനിൽ നമ്മൾ പറഞ്ഞു സസ്പെൻഡഡ് സെറ്റിലബിൾ സോളിഡ്സ് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, അവിടെ റിമൂവ് ചെയ്തിട്ടുള്ളൂ. ബാക്കി കൊളോയിഡൽ ഫോമിലും ഡിസോൾവ്ഡ് ഫോമിലും ഉള്ള സോളിഡ്സ് എല്ലാം അതിനകത്ത് ഇപ്പോഴും പ്രസൻ്റ് ആണ്. ഇതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. ദീസ് ഓർഗാനിസംസ് ആർ കൺവേർട്ടഡ് ഓർഗാനിസംസ്, അതായത് മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് നമ്മളിതിനെ എന്താ പറയുന്നത് മാറ്റാൻ പോകുന്നത്. അതെങ്ങനെയാണ്? ദീസ് ഓർഗാനിസംസ് കൺവേർട്ട് ദ ഓർഗാനിക് സബ്സ്റ്റൻസസ് ഇൻ ടു സ്റ്റേബിൾ ആൻഡ് സെറ്റിലബിൾ ഫോംസ് ബൈ ഓക്സിഡേഷൻ ഓർ നൈട്രിഫിക്കേഷൻ. അതായത് ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് അതിലുള്ള ഈ എന്താ പറയുക നമ്മുടെ ഓർഗാനിക് സബ്സ്റ്റൻസസിനെ, അതായത് ഡിസോൾഡും കൊളോയിഡലായിട്ടുള്ള കിടക്കുന്ന സബ്സ്റ്റൻസസിനെ ഓക്സിഡേഷൻ നൈട്രിഫിക്കേഷൻ പോലുള്ള പ്രോസസ്സ് വഴി സെറ്റിലബിൾ സോളിഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സോ ദ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നതിന് ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്നും നമ്മൾ പറയാറുണ്ട്. ഹെൻസ് സ്റ്റഡി ഓഫ് വേരിയസ് യൂണിറ്റ് പ്രോസസ്സസ് അഡോപ്റ്റഡ് ഇൻ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ഈസ് നെസസറി. അതിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക പ്രോസസ്സാണ് എന്താ പറയുക ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രിക്ലിംഗ് ഫിൽട്ടർ എന്ന് പറയുന്നത് ദേ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് അറ്റാച്ച്ഡ് ഗ്രോത്ത് പ്രോസസ് ഇൻ വിച്ച് എയറോബിക് ബാക്ടീരിയ ആൻഡ് അതർ ബയോടോക് accumulated on the surface of the solid medium are employed to oxidize and bioflocculate കൊളോയിഡൽ ആൻഡ് ഡിസോൾവ്ഡ് ഓർഗാനിക് സബ്സ്റ്റൻസസ്. അതായത് സർഫസിൽ ഇരിക്കുന്ന നമ്മളുടെ എയറോബിക് ബാക്ടീരിയ എന്ത് ചെയ്യുക, എയറോബിക് ബാക്ടീരിയയും മറ്റ് ബാക്ടീരിയകളും കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മളുടെ ഈ ഒരു മാറ്ററിനെ എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്ത് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആർ ഓൾസോ നോൺ ആസ് പ്രീകൊളേറ്റിംഗ് ഓർ സ്പ്രിംഗ്ലിംഗ് ഫിൽറ്റേഴ്സ്. പെർക്കുലേറ്റിംഗ് അല്ലെങ്കിൽ സ്പ്രിംഗ്ലിംഗ് ഫിൽറ്റേഴ്സ് എന്ന് നമ്മൾ ട്രിക്ലിംഗ് ഫിൽറ്ററിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിൽ ട്രിക്ലിംഗ് ഫിൽറ്റർ കൺസിസ്റ്റ് ഓഫ് എ സർക്കുലർ ടാങ്ക് വിത്ത് ടോപ്പ് ഓപ്പൺഡ് ടു അറ്റ്മോസ്ഫിയർ. ദ ടാങ്ക് ഈസ് filled with filter medium consisting of broken stone of size 25 to 75 mm. Depth of filter medium may vary between 2 to 3 meter. ടോപ്പ് ഓപ്പൺ ആണെന്ന് പറഞ്ഞു, ഒരു ഫിൽട്ടർ മീഡിയം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു അതിൻ്റെ ഹൈറ്റ് ഡെപ്ത് എന്ന് പറയുന്നത് 2 to 3 മീറ്റർ ആയിരിക്കും. കൺസ്ട്രക്ഷൻ ആൻഡ് പ്ലേസിംഗ് ഓഫ് ദ മീഡിയം ഈസ് so made that there is free circulation of air through the medium. Free circulation, air circulation ഉണ്ടെന്നുള്ളത് ഉറപ്പായിരിക്കണം. The sewage flows through the centrally placed riser pipe from where it goes into rotary distributors. The rotary distributor consists of 2 or 4 arms, each arm containing nozzles. The assembly between the riser pipe and the rotary distributor is done with a roller system and mercury seal to avoid any leakage of the sewage. An under drain system is provided at the bottom of the tank so as to collect the sewage after trickling over the surfaces of the broken stone.
ഇതിൻ്റെ ഫിഗർ വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ആ സെൻറ്ററിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, ആ ഇൻലെറ്റ് എന്ന് പറയുന്നത്. 8 കാണിച്ചിരിക്കുന്നതാണ് ഇൻലെറ്റ്. ഓക്കെ, ആ ഇൻലെറ്റിൽ കൂടെയാണ് വന്നിട്ട് പിന്നെ 2 എന്ന് കാണിച്ചിരിക്കുന്ന സ്പ്രേ നോസിൽസ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, 3 ആണ് റോട്ടറി ഡിസ്ട്രിബ്യൂട്ടർ. ഓക്കെ, ഇതിൻ്റെ വർക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് തരാം. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കും. ഓക്കെ, അതിൻ്റെ വർക്കിങ്ങും ആ വീഡിയോയ്ക്കകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിലായിരിക്കും കുറച്ചും കൂടി മനസ്സിലാവുക. ഇനി അതിൻ്റെ ഡിസൈൻ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോളിക് അല്ലെങ്കിൽ സർഫസ് ലോഡിംഗ് ഓഫ് ഓർഡിനറി ട്രിക്ലിംഗ് ഫിൽറ്റർ ഈസ് 22 to 44 million liters per hectare per day ആണ്. ദ ഓർഗാനിക് ലോഡിംഗ് ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഈസ് 925 to 2220 kilogram of BOD per hectare per meter per day ആണ്. ദെൻ വോളിയം ഓഫ് ദ ഫിൽറ്റർ മീഡിയ എന്ന് പറയുന്നത് 7.5 to 22.5 million liters per hectare per meter per day ആണ്. അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഓർഡിനറി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഉണ്ട്, ഹൈ റേറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റർ ഉണ്ട്. അത് കുറച്ചും കൂടി കപ്പാസിറ്റി കൂടുതലുള്ളതായിരിക്കും. അതുപോലെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 80 to 95% ആണ്. അതായത് 80 to 95%ഓളം BOD റിമൂവ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും. ഓക്കെ, അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ഫിൽറ്റർ ലോഡിംഗ് ഈസ് ഹയർ ആണ്. അതുപോലെ തന്നെ സെൽഫ് ക്ലെൻസിങ് ആണ്. ദേ ആർ ചീപ്പ് ആൻഡ് സിമ്പിൾ ഇൻ ഓപ്പറേഷൻ. മെക്കാനിക്കൽ വെയർ ആൻഡ് ടയർ വളരെ കുറവാണ്. നിയർലി 75 to 89% ഓഫ് BOD ഈസ് റിമൂവ്ഡ്. ദെൻ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഓർഡർ നോയിസൻസ് നിയർ ദ ഫിൽറ്റർ. കാരണം നമ്മളുടെ ടോപ്പ് ഓപ്പൺ ആണ്. നോയിസൻസ് ഡ്യൂ ടു ഫിൽറ്റർ ഫ്ലൈ കോൾഡ് സൈക്കോഡ. അങ്ങനെയുള്ള എന്താ പറയുക ഫിൽറ്റർ ഫ്ലൈസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ ലാൻഡ് റിക്വയർമെൻറ്റ് കൂടുതലാണ്. ഇറ്റ് കനോട്ട് ട്രീറ്റ് റോ സീവേജ് റിക്വയർസ്. കാരണം നമുക്ക് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് നേരിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. പ്രിലിമിനറി ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഇതിലേക്ക് നേരിട്ട് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ദേ പോസ് സംടൈംസ് ഓപ്പറേഷണൽ ട്രബിൾസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ 8 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്ന സെൻറ്ററിൽ കൂടെയുള്ള റൈസ് പൈപ്പിൽ കൂടെ കൊടുത്തിട്ട് ഈ സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്രേ നോസിൽസ് വഴിയിട്ടാണ് അതിന് സ്പ്രേ ചെയ്യുന്നത്. ഓക്കെ, അതിൽ ഫിൽറ്റർ മീഡിയമാണ് 9 എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെയാണ് നമ്മളുടെ സീവേജ് പിന്നെ താഴേക്ക് വരുന്നത്. ഓക്കെ, അടുത്തത് ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റേഴ്സ് ആണ്. ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റേഴ്സ് ആർ no longer used by cities because large area is required. They may however still be used in rural area, particularly in further treatment of the effluent oxidation ponds. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെയും ഈ ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സിൻ്റെയും ഒക്കെ വർക്കിങ്ങിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കിംഗ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടി വ്യക്തമായിരിക്കും. ഓക്കെ, കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് ഇൻ അൺലൈൻഡ് എക്സ്കവേഷൻ ഇൻ എർത്ത്. ദേ ആർ റെക്ടാങ്കുലർ ഇൻ പ്ലാൻ വിത്ത് എ ഷാലോ ഡെപ്ത് ഓഫ് 0.5 to 0.75 meter. The filtering material consists of effective size 0.2 to 0.5 meter. Uniformity coefficient of 2 to 5. അതായത് നമ്മൾ സാൻഡ് ഫിൽറ്ററിൽ കൊടുക്കുന്ന സാൻഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. Then the bed of the filter is provided with a gentle slope towards open tile under drain system. Under drain pipes are provided with a gentle slope of 0.5 to 0.8% and are laid at 8 to 10 meter apart. Details are shown in the figure. ഇതാണ് സാധാരണ രീതിയിലുള്ള ഇൻ്റർമിറ്റൻറ്റ് സാൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയും ഫിഗർ വരയ്ക്കാനായിട്ട് പഠിച്ചിരിക്കണം. എക്സാമിന് എന്തായാലും ചോദിക്കും. വർക്കിംഗ് ഞാൻ മറ്റൊരു വർക്കിംഗ് വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, എഫിഷ്യൻസി എന്ന് പറയുന്നത് 90 to 95% നമ്മൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഇവിടുത്തെ BOD റിമൂവൽ നടക്കുന്നുണ്ട്. ഇതിലാണെങ്കിൽ ട്രിക്ലിംഗ് ഫിൽറ്ററിലാണെന്നുണ്ടെങ്കിൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്, ട്രിക്ലിംഗ് ഫിൽറ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് 75 to 89% ആണ്. അതേസമയം ഇതിലാണെന്നുണ്ടെങ്കിൽ 90 to 95% BOD റിമൂവൽ നടക്കും. കുറച്ചും കൂടി എഫിഷ്യൻസി കൂടുതലാണ്. ഓക്കെ.
നെക്സ്റ്റ് വരുന്നത് കോണ്ടാക്റ്റ് ബെഡ്സ് ആണ്. known as contact filters and are used for secondary treatment for the primary effluent. പ്രൈമറി എഫ്ലുവൻറ്റിന് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. പ്രൈമറി എഫ്ലുവൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മുടെ പ്രൈമറി സെഡിമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന കോണ്ടാക്റ്റ് ബെഡ് ഉപയോഗിക്കുന്നത്. സീവേജ് ഈസ് കെപ്റ്റ് ഇൻ കോണ്ടാക്ട് വിത്ത് ദ ഫിൽട്ടർ മീഡിയം ഫോർ സർട്ടൺ പീരിയഡ്. കോണ്ടാക്ട് പീരിയഡ് എന്നാണ് അതിനെ പറയുക. ആൻഡ് ദെൻ drawn after biological oxidation is completed. These are nowadays obsolete because of their poor performance and compared to others. മറ്റ് മെത്തേഡ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൽ പെർഫോമൻസ് കുറവായതുകൊണ്ട് കോണ്ടാക്ട് ബെഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ്. ഓക്കെ, കോണ്ടാക്ട് ബെഡിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു വാട്ടർ ടൈറ്റ് റെക്റ്റാങ്കുലർ ടാങ്ക് ആണ്. അതിനകത്ത് എന്താ പറയുക 20 to 75 mm സൈസിലുള്ള ബ്രോക്കൺ സ്റ്റോൺസ് വെച്ചിട്ട് എന്താ പറയുക ഫില്ല് ചെയ്തിട്ട് ഒരു 1 to 1.8 മീറ്ററോളം ഫില്ല് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിലൊരു സൈഫോണിക് ഡോസിക് ടാങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലൊരു 2-3 ബെഡ്സ് അറേഞ്ച്മെൻറ്റ് പോലെ പാരലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. ഈച്ച് tank is provided with a suitable open jointed under drain system to collect these treated sewage. ഓരോന്നിനും പ്രത്യേകം എന്താ പറയുക ജോയിൻറ്റും അണ്ടർ ഡ്രെയിനും കൊടുത്തിട്ടുണ്ടായിരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ സീവേജിനെ കളക്ട് ചെയ്യാനായിട്ട്. ഓക്കെ, ഇതാണ് നമ്മളുടെ കോണ്ടാക്ട് ബെഡ് എന്ന് പറയുന്നത്. അതിൻ്റെയും എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 to 70% വരെ അതിൻ്റെ BOD റിമൂവൽ എഫിഷ്യൻസി ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക എഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അടുത്തത് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്രോസസ്സാണ്, വെരി ഇമ്പോർട്ടൻറ്റ്.